അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പ്രീതിയിലും ആയിരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത്ര നല്ലൊരു സ്ഥലത്ത് ഇത്ര സൗകര്യങ്ങളോടുകൂടി ധാരാളം ആളുകള് നമ്മളെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഈ ചുറ്റുഭാഗത്തുള്ള ഈ ഏരിയയിലുള്ള എല്ലാവരും മറ്റുള്ള എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെ ജീവിതത്തിൽ വിശുദ്ധ വർദ്ധിപ്പിക്കാനും ജീവിതത്തിന്റെ ഐശ്വര്യവും ബറക്കത്തും എല്ലാം വർദ്ധിപ്പിക്കാനും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ദുആ വസിയത്തോടു കൂടി പ്രാർത്ഥനാ മനസ്സോടു കൂടിയിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോവുകയും അത് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും നല്ല ഒരു ഉണർവേകുകയും ചെയ്യണമെന്നാണ് ഇതിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി എന്ന രൂപത്തിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതിന്റെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഞാൻ പേരുകളൊന്നും വായിക്കുന്നില്ല, കാരണം ഇതിനു വേണ്ടിയിട്ട് ആഴ്ചകളായിട്ട് ദിവസങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അതിന്റെ പിന്നണിയിൽ നിന്ന് നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയിലെ നമ്മുടെ ഫിറോസ്, അതുപോലെ തന്നെ സലാംക ഉൾപ്പെടെയുള്ള പല ആളുകളും ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇത്ര വലിയൊരു സംഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. മാത്രമല്ല ഇതിന്റെ മുഖ്യ നമ്മുടെ ചെയർമാനായിരിക്കുന്ന അബ്ദുള്ള ദാരിമി ഉൾപ്പെടെ പ്രസിഡന്റ് സുലൈമാൻ ജൗഹരി ഉൾപ്പെടെയുള്ള ആളുകള്, അതുപോലെ തന്നെ സെക്രട്ടറിമാര്, പ്രസിഡന്റ്, മറ്റ് അതിന്റെ ഭാരവാഹികള്, കുറെ ആളുകളെ പേരെടുത്ത് പറയാനുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടി ഇന്ന് നമുക്ക് ഈ കുടുംബ സംഗമത്തിന് നല്ലൊരു ഷെഡ്യൂളാണ്. ഞാൻ ഉദ്ഘാടന പ്രസംഗം കുറെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കിനി നല്ല ഒരു ക്ലാസിന്റെ സെഷനും കൂടി വരാനുണ്ട്. അതെല്ലാം കേട്ട് ഇനി നമുക്ക് അടുത്ത ഒരു കുടുംബ സംഗമത്തിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കുടുംബത്തിന്റെ പലരും ഇപ്പൊ നമുക്ക് കുറച്ചു വർഷങ്ങളായി കുടുംബ സംഗമം നടത്തിയിട്ട്, കേന്ദ്ര കുടുംബ സംഗമം വലിയ രൂപത്തില് ഇപ്പൊ നമ്മൾ ഓരോ ഏരിയയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ഏരിയ നമ്മുടെ മോങ്ങം ഏരിയ ആയിരുന്നു, വളരെ ഗംഭീരമായിട്ട് നടന്നു. അതിന്റെ മുന്നേ നമ്മുടെ കാരക്കുന്ന് ഏരിയ സമ്മേളനം കഴിഞ്ഞു. ഇങ്ങനെ പല ഏരിയകളും വളരെ വിപുലമായിട്ട് ഇപ്പൊ നമുക്കറിയാം, വളരെ സന്തോഷിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. ഈ ഏരിയയിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. അപ്പൊ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബന്ധങ്ങൾ, കുടുംബത്തിന്റെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മളെല്ലാവരും ചെയ്യുക. ചിലപ്പോൾ നമ്മളൊരു പുഞ്ചിരി കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ നല്ല ഒരു വാക്ക് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നല്ല ഒരു പ്രശംസ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു നിസ്സാരമായ സഹായം കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ഈ ഒരു ടെക്നോളജി യുഗം, ലോകം വളരെ വിപുലമായി, പക്ഷേ മനുഷ്യർക്കുള്ള ബന്ധങ്ങളുടെ അടുപ്പം കുറയുകയാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഫോണും മറ്റതും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബന്ധത്തിന്റെ ഊഷ്മളത, അതിന്റെ ഒരു ഫ്ലറിഷ്നെസ് കുറഞ്ഞു വരികയാണ്. അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലും ഖുർആനിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനും കൂട്ടിയോജിപ്പിക്കാനും പൊട്ടിപ്പോയ കണ്ണികൾ തുന്നിച്ചേർക്കാനും ചേർത്ത് വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറെ മാർഗങ്ങളുണ്ട്. ഒരു മാർഗം എന്ന് പറയുന്നത് പരസ്പരം നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റൊരു മാർഗം പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞ് അഭിവാദ്യം ചെയ്ത് എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ ചെറിയ പിണക്കങ്ങളൊക്കെ തീരാൻ പറ്റുന്ന രൂപത്തില് പിന്നെ പ്രാർത്ഥനാ വസിയത്തുകള് തുറന്ന് സംസാരിക്കുക, ഇടക്കിടക്ക് നമ്മളിങ്ങനെ കൂടുക, നല്ല നല്ല കാര്യങ്ങള് ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങള് നാം പരിശ്രമിക്കണം. അതൊരു
അതൊരു വലിയ ഒരു ഇബാദത്ത്, ഒരു നല്ല ഒരു കാര്യം. ഖുർആനിൽ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ മുൻഗാമികൾ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. കാരണം പിന്നെ നമ്മളെ ബന്ധങ്ങൾക്കുള്ള വിലയാണ് അതിലൊക്കെ കാണുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സംഗമം ഏറ്റവും നല്ല രൂപത്തിൽ പ്രാപ്തമാകട്ടെ എന്ന് ഒരു ചെറിയ അഭ്യർത്ഥനയും കൂടി നടത്തുന്നു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളൊക്കെ ഞാനൊരു ചെറിയ വാക്ക് പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടല്ലേ, കുട്ടികളൊക്കെ നമ്മളെ ഈ പിന്നെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് കൈപൊന്തിക്കുക. കുട്ടികൾ മാത്രം LP ക്ലാസ്സുകളിൽ 1 മുതൽ 4 വരെ ഉള്ള ഓക്കെ. ഇനി 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു 5 മുതൽ 7 വരെ UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് കൈപൊന്തിക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും ഓക്കെ പഠിക്കുന്ന കുട്ടികൾ. ഇനി ഹൈസ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോം ഒക്കെ റെഡിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ജൂൺ 2-ാം തീയതി ഹൈസ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരും 10, 9, 10 ക്ലാസ്സുകളിലേക്കൊക്കെ ജയിച്ചവരുമായ കുട്ടികൾ ഒന്ന് കൈപൊന്തിക്കുക. കുറച്ച് ആളുകൾ കുറവുണ്ടോ? ഇനി 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല A+കളൊക്കെ വാങ്ങിച്ച കുട്ടികളെക്കുള്ള അവാർഡ് ദാനം ഇവിടെ നല്ല രൂപത്തിൽ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മളെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കണം. നമ്മളെ കുടുംബത്തിലെ കുട്ടികളെ കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, മനുഷ്യനെ മനസ്സിലാക്കുന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിൽ എത്തിക്കുന്ന നല്ല ധാർമ്മിക വിദ്യാഭ്യാസവും. ഇപ്പൊ നമുക്കറിയാം, 1-2 എക്സാമ്പിൾസ് പറയാം. ഈ അടുത്ത കാലത്ത് ഞാനൊരു കൗൺസിലർ കൂടിയാണ്. ഒരു വളരെ ദയനീയമായ ഒരു കൗൺസിലിംഗ് അനുഭവം എനിക്കുണ്ടായി. ഞാനത് പങ്കുവെക്കുകയാണ്. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ, ഈ 2 കുട്ടികൾ ഇവരുടെ ആവറേജ് ഒരു ശരാശരി കുടുംബമാണ്. അങ്ങനെ ഈ കുട്ടികളെ 2 ആളുകളെയും വളരെ ഉയർന്ന സാമ്പത്തിക ചെലവോട് കൂടിയിട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഒരാൾ ഡോക്ടറായപ്പോഴേ അവന് ഇവിടെ തന്നെ എന്ത് ചെയ്തു, ഡോക്ടറായി. അങ്ങനെ അവൻ പറഞ്ഞു, ഇവിടെ ഡോക്ടർമാർക്ക് ഏറ്റവും നല്ല ചാൻസ് ഉള്ളത് ഞാൻ PG ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വിദേശത്തേക്ക് ഏതായാലും പോയി. കുറച്ച് ചെലവുകൾ, സാമ്പത്തികമായ ചെലവുകൾ വീണ്ടും വന്നു. അങ്ങനെ ഇവന് PGക്ക് വേണ്ടി അവിടെ പോയി 2 വർഷം PG പഠിക്കാൻ വേണ്ടി അവൻ UK പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഏകദേശം പോയി PG കഴിഞ്ഞു. PG കഴിഞ്ഞ ഉടനെ തന്നെ ഈ മോന് ഉപ്പക്കും, പ്രായം അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പക്കും ഉമ്മക്കും വിളിക്കുകയാണ്. അല്ല ഉമ്മ, ഞാനിപ്പോ ഇനി ഈ ഇവിടുന്ന് PG കഴിഞ്ഞിട്ട് നാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ നല്ല ശമ്പളം ഇവിടെ UK തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ തൽക്കാലം ഒരു 2 വർഷം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഓരോ മാസവും കുറേശ്ശെ പൈസ അങ്ങനെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ആ പ്രായത്തിന്റെ ആധിക്യത്താല് പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ പാരന്റ്സ് അത് സമ്മതിച്ചു. മാസത്തിൽ കുറേശ്ശെ പൈസ ഇങ്ങനെ വരല് തുടങ്ങി. ഏതായാലും സൗകര്യത്തോടു കൂടി പോവുകയാണ്. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വിളിയും മൂത്ത മകനെ വിളിക്കുകയാണ്. ഉമ്മയാണ് വിളിക്കുന്നത്. ഉമ്മ, ഞാനിപ്പം PG ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഏകദേശം 2 വർഷം ജോലി ചെയ്തു. ഇനിയിപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ഒക്കെ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ കുറെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയെ ഞാൻ ഇങ്ങനെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറെ തിരയണം, കുറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ട് അത് നമുക്ക് നിക്കാഹ് കഴിക്കാനുള്ള സംവിധാനം ചെയ്യാം. അങ്ങനെ ചുരുക്കി പറയട്ടെ, അതും അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കുടുംബം, ആ കുടുംബം അതോടുകൂടിയിട്ട് ശിഥിലമാവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞപ്പോഴെന്താണ്, UK-യിൽ 2 ആളുകൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ശമ്പളം കിട്ടിയാൽ പോലും മിച്ചമൊന്നും ബാക്കിയുണ്ടാവില്ല. മിച്ചം ബാക്കിയാക്കാൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഓരോ മാസത്തിലും ഈ പിതാവിന് വരുന്ന കാശ് ഇല്ലാതെയായി. ആദ്യം തന്നെ
അൽഹംദുലില്ലാ, നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഡോക്ടർ റിയാസ് അവറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായിട്ട് ഹൃദയംഗമായിട്ട് നമ്മുടെ ഈ കോടാലി കുടുംബത്തിന് വേണ്ടി, സംഗമത്തിന് വേണ്ടി, ഏരിയക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് ഉദ്ഘാടന പ്രസംഗം വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കും. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത്, ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ കൂടുമ്പോഴേ നമ്മളെ കുട്ടികൾ, ഇപ്പൊ നമുക്ക് 2, 3, 4 ഒക്കെ കുട്ടികൾ ഉണ്ടായിരിക്കാം. ഈ കുട്ടികളൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളായിരിക്കാം. അപ്പൊ നാം എല്ലാവരെയും ഉയർന്ന രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോ കുട്ടിയെയും അവന്റെ കഴിവും അവന്റെ അഭിരുചിയും ആ കുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂട്ടമായിട്ട് ആലോചിച്ചിട്ട്, ഇപ്പൊ ചില ഒരു സാധാ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് ഏറ്റവും ആവശ്യം കുറെ ഇങ്ങനെ കുട്ടി പഠിച്ചിട്ട് ഉയർന്ന ജോലിയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കും. അത് പലപ്പോഴും സാധ്യമാവുകയുമില്ല. എന്നാലോ ചെറിയ +2 കഴിഞ്ഞ ആൾക്ക് 6 മാസമല്ലോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞാല് നല്ല ജോലി കിട്ടുന്ന ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ട്. അതല്ല നമ്മൾ ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ, കരിയർ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് അറിയാം. പഠിക്കുന്ന കുട്ടികളെ മറ്റുള്ള കുട്ടികൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് നാം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണ് താല്പര്യം, എന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് ആവശ്യം മൂത്ത കുട്ടികളൊക്കെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ല ഒരു ജോലിയിൽ, അതും 1 വർഷം 1.5 വർഷമൊക്കെ പഠിച്ചിട്ട് നല്ല ഒരു ജോലിയിൽ പെട്ടെന്ന് എത്തിച്ചേർന്ന് ആ കുടുംബത്തിന്റെ ഒരു താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് കൂടി ആലോചിച്ച്, പലപ്പോഴും നമ്മൾ ഈ കുടുംബത്തെ സംഭവിക്കും. ഞാനൊരു കരിയർ കൗൺസിലർ കൂടി ആയതുകൊണ്ട് പറയുകയാണ്, കുട്ടികൾ പറയും എനിക്ക് ഇന്നതാവണം, ഈ പിന്നെ കുട്ടിയുടെ അങ്കിള് പറയും വേറൊന്നാവണമെന്ന്. കുട്ടിന്റെ ഉമ്മയും ഉപ്പയും ഇവരൊന്നും അറിയൂല എന്താണ് ഈ കോഴ്സ്, എന്ത് പഠിച്ചാ എന്താണ് ജോലി ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നമ്മളെ കുട്ടികള് കുറെ കാലം പഠിച്ചിട്ട് വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ താഴേക്ക് വരും. ഇപ്പൊ നമുക്കറിയാം, വലിയ ചെലവൊന്നുമില്ലാത്ത രൂപത്തിലുള്ള പോളിടെക്നിക്കിലെ കോഴ്സുകൾ ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. പോളിടെക്നിക്കില് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, +2 വേണമെന്നില്ല, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോളിടെക്നിക്കില് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് താല്പര്യമുള്ള ഒരു കുട്ടി ചെയ്തു കഴിഞ്ഞാല് അവന് എന്താണെങ്കിലും ഈ പോളിടെക്നിക്ക് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് അവൻ ഡെവലപ്പ് ചെയ്ത് ഒരു പക്ഷേ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാകാൻ വേണ്ടി സാധിക്കും. ഇനി അവന് കുറച്ചും കൂടി ഉയർന്ന ഒരു ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ പഠിച്ചു,
അങ്ങനെ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന്റെ ഡിപ്ലോമ ഈ പോളിടെക്നിക്കിന് പഠിച്ചു എന്ന് വെക്കുക. അങ്ങനെ പഠിച്ചൊരു കുട്ടി ഇവിടെ ഒരു 2 വർഷം ഏതെങ്കിലും ടൊയോട്ടയുടെയോ മറ്റോ ഒക്കെ ഏതെങ്കിലും പിന്നെ ഇതിൽ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അവന് വിദേശത്ത് പോകുകയാണെങ്കിൽ അങ്ങനെ നല്ല ജോലിയിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. അല്ല നമ്മൾ എവിടുന്നെങ്കിലും കുറെ കടം വാങ്ങിയിട്ട് വീടൊക്കെ പൈസ ലോൺ എടുത്ത് വീടിന്റെ പൈസയൊക്കെ പിന്നെ വീടൊക്കെ പണയപ്പെടുത്തിയിട്ട് നമ്മളെ കുട്ടികളെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന രൂപത്തിൽ പഠിച്ചിട്ട് പലപ്പോഴും ഇത് പല കുടുംബങ്ങളിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ നമ്മൾ ഈ കുടുംബ സംഗമത്തിൽ നമ്മളെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഓരോ മെമ്പർമാരോടും പിന്നെ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് പഠിക്കുന്ന കാരണം. അപ്പൊ ആ ഒരു കോഴ്സുകൾ നമ്മൾ താല്പര്യപൂർവ്വം കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി ഇപ്പൊ മെഡിക്കൽ എല്ലാവരും MBBS പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരാമെഡിക്കൽ എന്ന് പറയുന്ന കുറെ 80ഓളം കോഴ്സുകളുണ്ട്. അതിൽ 1.5 വർഷത്തെ കോഴ്സ് ഉണ്ട്, 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കുട്ടിയെ 2 വർഷം മുന്നേ ഒരു ആ കുട്ടിയുടെ സന്തോഷം പങ്കുവച്ചു. ഒരു സാധാ കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. ഈ കുട്ടി +2 സയൻസ് കുഴപ്പമില്ലാത്ത മാർക്കോടെ പാസ്സായി. കൂട്ടത്തിൽ ഈ കുട്ടിയെ എൻട്രൻസ് എഴുതാൻ വേണ്ടി വിടുകയും ചെയ്തു. പക്ഷെ എൻട്രൻസ് കുട്ടിക്ക് വേണ്ടത്ര എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഈ കുടുംബത്തിനാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുമുണ്ട്. പെട്ടെന്ന് ജോലി വേണം. അങ്ങനെ ഈ കുട്ടിയെ നമ്മൾ പ്രിഫർ ചെയ്തത് ഒരു പാരാമെഡിക്കൽ കോഴ്സ് ഡെന്റൽ സെറാമിക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ട് അത് ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പിന്നെ എഡ്യൂക്കെയർ എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. കുറഞ്ഞ ഫീസ് സ്കോളർഷിപ്പ് തന്ന് അങ്ങനെ ഈ കുട്ടി ഈ 2 വർഷത്തെ ഈ കോഴ്സ് പഠിച്ചു. ഇന്ന് ആ കുട്ടി ഏറ്റവും നല്ല ഒരു ശമ്പളത്തോട് കൂടിയിട്ട് ജോലി കരസ്ഥമാക്കിയതായ സന്തോഷം കഴിഞ്ഞ ആഴ്ചയിൽ അവരെന്നോട് പങ്കുവെക്കുകയുണ്ടായി. 2 വർഷം പഠിച്ചിട്ടുള്ളൂ, പക്ഷേ ആ കുട്ടിക്ക് എന്ത് ചെയ്തു, നല്ല ഒരു ജോലി അതുവഴി ലഭിക്കുകയുണ്ടായി. ഇപ്പൊ ഇങ്ങനത്തെ ചില ജോബ് റെഡി ആയിരിക്കുന്ന ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നാം കണ്ടെത്തിയിട്ട് നമ്മളെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം. ഒറ്റൊരു കാര്യവും പറയാം. അപ്പൊ നമുക്കറിയാം നമ്മളെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. ഈ കുട്ടികളെ നമ്മളെ കോടാലി കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് മാറാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സ്വഭാവവും പെരുമാറ്റവും ലോകത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ടു ബിഹേവ് അതേഴ്സ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും നമ്മൾക്ക് അതിന് കുറെ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, കുറെ പഠിപ്പും ആവശ്യമില്ല. നല്ല പെരുമാറ്റമായിരിക്കും. ആളുകളോട് നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ല രൂപത്തിൽ പെരുമാറാനുമുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം നാം ഉണ്ടാക്കേണ്ടത് എവിടുന്നാണ്? ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിലെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, നമ്മളെ കുട്ടികളുടെ സ്വഭാവവും സംസ്കാരവും പെരുമാറ്റവും നന്നാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട്, നമ്മൾ എത്ര കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികളൊക്കെ സ്വഭാവം, സംസ്കാരം, പെരുമാറ്റം ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിയന്തിരമായ കാര്യങ്ങൾ നാം ചെയ്യുക തന്നെ വേണം എന്നാണ് ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ മാത്രമല്ല, ജോലി മറ്റുള്ള പ്രതീക്ഷകളൊക്കെ നമ്മളിപ്പോ ഈ കുട്ടികള് ഇപ്പൊ 3-4 കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒരേ രൂപത്തിലാകൂല. ഒന്നാമത്തെ കുട്ടിയെ പോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയാവണമെന്നില്ല. ഒന്നാമത്തെ കുട്ടി കുറച്ച് ശാന്തമായി, വലിയ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തെ കുട്ടി കുറച്ച് വികൃതിയായിരിക്കും, കുറച്ച് പൊട്ടിത്തെറിയായിരിക്കും. അപ്പൊ നമ്മൾ പറയും, എന്താ നിനക്ക് അവനെ പോലെ ആയിക്കൂടെ? അപ്പൊ ഓരോരുത്തരുടെയും സ്വഭാവം, കഴിവുകള്, അവന്റെ അഭിരുചികള്, അവന്റെ സ്കില്ല് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ നാം വളർത്തിയെടുക്കുകയും നല്ല നല്ല പിന്നെ വാക്കുകള്, അതല്ലെങ്കിൽ നല്ല 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 പെരുമാറ്റ ശീലങ്ങള്, പിന്നെ നല്ല സംസാര ശീലങ്ങള്, നല്ല കമന്റ്
കമന്റുകൾ, ഇതൊക്കെ ഇപ്പൊ ചില കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അവർ നെഗറ്റീവായിട്ട് പ്രതികരിക്കുള്ളൂ. അല്ലെങ്കിൽ തട്ടിക്കയറുന്ന കുട്ടികളുടെ സ്വഭാവം ഒന്ന് കൂടി വരിക. ഈ കോവിഡിന് ശേഷം നമുക്കറിയാം 2019 വന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ്, ഈ 2020 ശേഷം കുട്ടികളിൽ ഒരു പഠനം നടത്തി. അങ്ങനെ കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നറിയോ? നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരിക്കും ഒരു മാറ്റം, ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയുകയാണെങ്കിൽ സ്വഭാവ പെരുമാറ്റ ശീലങ്ങൾ. കുട്ടികൾക്ക് ദേഷ്യം, വാശി, കുശുമ്പ്, അനുസരണക്കേട്, ധിക്കാരം എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലായിടത്തും ഉള്ളതാന്ന് വിചാരിച്ച് നമ്മൾ അതിന് വളം വെച്ച് കൊടുക്കുന്നതിന് പകരം ഈ കുട്ടിയെ നല്ല രൂപത്തിൽ നാം പറഞ്ഞിട്ട്, മോനെ മോളെ നീ ഇങ്ങനൊന്നും ആവരുത്, നല്ല സ്വഭാവമാകണം, നല്ല പെരുമാറ്റം ഉണ്ടാകണം എന്ന രൂപത്തിൽ നാം ആ കുട്ടികളെ ഒരേ ഉപദേശിക്കൊന്നും വേണ്ട, നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളെ കുടുംബത്തിന്റെ കുട്ടികളൊക്കെ ഏറ്റവും നല്ല മുത്തുമണികളായിട്ട് മാറാൻ വേണ്ടി. ഇപ്പൊ നമുക്കറിയാം കോടാലി കുടുംബത്തിൽ ഒരു കുട്ടിയെ കുറിച്ച് ഒരു വിവാഹ അന്വേഷണം നടത്തുമ്പോൾ ഒരു മോശപ്പെട്ട അഭിപ്രായം ഒരിക്കലും ഉണ്ടാവരുത്. ആ കുട്ടി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ ഉണ്ടാവുന്നതിന് പകരം ഒരു നല്ല കുടുംബത്തിൽ, കോടാലി കുടുംബത്തിലെ കുട്ടികളാണ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പിന്നെ നല്ല സ്വഭാവമാണ്, നല്ല പിന്നെ ശീലങ്ങളാണ്, വീട്ടിലൊക്കെ നല്ല സ്വസ്ഥമായ അന്തരീക്ഷമാണ് തുടങ്ങിയ ഒരു ഫസ്റ്റ് റിസൾട്ട് തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഈ കുടുംബ സംഗമം വിജയിച്ചു. ഇനി ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കുട്ടി